മോഹൻലാൽ ആരാധകർ ആഘോഷമാക്കിയ ദിവസം ഇന്ന് അവർക്ക് നിരവധി സർപ്രൈസുകളുമായാണ് സാക്ഷാൽ മോഹൻലാൽ എത്തിയിരിക്കുന്നത്. ഒരു റീ റിലീസ് ചിത്രമായി അവർ ആഘോഷിക്കുന്നു. ആഘോഷ വീഡിയോകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ആരാധകരുടേതായി. മോഹൻലാലിന് വേണ്ടത്ര വിജയങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് റീ റിലീസ് ചിത്രങ്ങളെത്തി ഫാൻസുകാരൊക്കെ ഇത്ര വലിയ ആഘോഷവും സക്സസുമാക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ടൈം ഉണ്ടായിരുന്നു. അതൊക്കെ സക്സസുമാക്കിയിട്ടുണ്ട് ആരാധകർ. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു റീ റിലീസ് വന്നിരിക്കുകയാണ്. അത് വമ്പൻ ആഘോഷമാക്കുന്ന ആരാധകരെ കാണുമ്പോൾ ബാക്ക് ടു ബാക്ക് 200 കോടി ക്ലബ്ബ് ചിത്രങ്ങൾ തന്നിട്ടിരിക്കുകയാണ് മോഹൻലാൽ എന്ന ഗായകൻ. എന്നിട്ട് പോലും ആരാധകർ ആഘോഷമാക്കുന്നെങ്കിൽ അത് മോഹൻലാലിനോടുള്ള അതിയായ ആരാധന തന്നെയാണ്. അതിനിയും തുടരുക തന്നെ ചെയ്യും. അത് കാണിച്ചു തന്നിരിക്കുകയാണ് ആരാധകർ ഇന്നേ ദിവസം തിയേറ്ററിനുള്ളിൽ തന്നെ നിന്ന്. മോഹൻലാലിന്റെ ഇൻട്രോയ്ക്കും പാട്ടുകൾക്കും ഒക്കെ കരഘോഷവും ആർമാദിക്കലും ഒക്കെ ആയിരുന്നു തിയേറ്ററിൽ. മോഹൻലാലിന്റെ എക്കാലത്തെ മികച്ച എന്റർടൈൻമെന്റ് ചിത്രങ്ങളിൽ ഒന്ന്. മോഹൻലാൽ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ചോട്ടാ മുംബൈ പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. 4K ഡോൾബി അറ്റ്മോസിലാണ് ചിത്രം വീണ്ടും റിലീസ് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിച്ചപ്പോൾ മുതലുള്ള ആഘോഷം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വമ്പൻ ആഘോഷങ്ങളോടെയാണ് ആരാധകർ തലയെയും കൂട്ടരെയും വരവേൽക്കുന്നത്. തിയേറ്ററിൽ നിന്നുള്ള ആഘോഷങ്ങളുടെ വീഡിയോയും പലരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ചിത്രത്തിൽ മോഹൻലാലിന്റെ ഇൻട്രോ സീനിലെ ആരാധകരുടെ ആരവങ്ങളുടെ വീഡിയോകളും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ചിത്രത്തിന് കേരളത്തിലുടനീളം മികച്ച ബുക്കിംഗ് ആണ് ലഭിക്കുന്നത്. ഭൂരിഭാഗം തിയേറ്ററുകളിലും സിനിമ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. ആദ്യ ദിനം മികച്ച കളക്ഷൻ സിനിമയ്ക്ക് നേടാനാകുമെന്നാണ് പ്രതീക്ഷയും. അത് ഉറപ്പു നൽകുന്നതാണ് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നത്. കാരണം ആദ്യ ഷോ കഴിഞ്ഞ ദിവസമേ ഫുള്ളായപ്പോൾ പിന്നീട് നിരവധി ഷോകളാണ് ഓരോ തിയേറ്ററും ആഡ് ചെയ്തത്. അത് പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഫുള്ളായി മാറി എന്നതുമാണ്. ആദ്യ ഷോ ഫില്ലായപ്പോൾ 2 ഷോകൾ കൂടി ആഡ് ചെയ്തു. അതും ഹൗസ്ഫുള്ളായി. തൊട്ടു പിന്നാലെ മറ്റൊരു ഷോ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായ മെയ് 21 ചോട്ടാ മുംബൈയുടെ റീ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ മോഹൻലാൽ ചിത്രമായ തുടരും തിയേറ്ററിൽ മികച്ച പ്രതികരണത്തോടെ മുന്നേറുന്ന സാഹചര്യത്തിലാണ് ചോട്ടാ മുംബൈയുടെ റീ റിലീസ് നീട്ടിയത്. ചോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും പാട്ടുകൾക്കുമെല്ലാം ഇന്നും ആരാധകർ ഏറെയാണ്. കൊച്ചിക്കാരെയും പാപ്പാഞ്ഞെയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ രചിച്ചത് ബെന്നി നായരമ്പലം ആയിരുന്നു. ഇതൊരു വേറെതരം എക്സ്പീരിയൻസ് തന്നെയാണ് ആരാധകർക്ക് നൽകുന്നത്. ഇങ്ങനെയൊരു ഓളത്തിൽ ഒരു സിനിമ കാണുക എന്നൊക്കെ പറഞ്ഞാൽ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ആഘോഷിച്ച് തെമിർത്തിരിക്കുകയാണ് ആരാധകരല്ല. തിയേറ്ററിനകത്തു നിന്നുള്ള ആരാധകരുടെ ആഘോഷ രീതി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കൂടാതെ ഈ ചിത്രത്തിന് ഇത്രയും വലിയൊരു റെസ്പോൺസ് കിട്ടുമ്പോൾ സ്പെഷ്യൽ ഷോകൾ വരെ രാത്രിയിൽ ആഡ് ചെയ്തു എന്ന വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ് പല തിയേറ്ററുകാരും.